നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബില്ലിനെ ഒ രാജഗോപാൽ എതിർക്കാത്തതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ KS വിനോദ് തെരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മാനദാനം നിർവഹിച്ചു. താൻ UDF വിമതനല്ലെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്. ഇടുക്കി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയതെന്ന് KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ദിരം ശശികുമാർ. വാർത്തകൾ വിശദമായി. കാർഷിക ബില്ലിനെതിരെയുള്ള സംസ്ഥാന നിയമസഭയുടെ പ്രമേയം പരിഹാസ്യമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സർക്കാരും പ്രതിപക്ഷവും പറയുന്നത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം ജനാധിപത്യത്തെ അവഹേളിക്കുന്നു എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പ്രമേയത്തെ അനുകൂലിച്ച BJP MLA ഒ രാജഗോപാലിന്റെ നിലപാട് പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിയമത്തെ സംബന്ധിച്ച് കാർഷിക ബില്ലിനെ സംബന്ധിച്ചുള്ള സംസ്ഥാന നിയമസഭയുടെ പ്രമേയം യഥാർത്ഥത്തിൽ നിയമസഭയെ പരിഹസിക്കുന്ന ഒരു പ്രമേയമാണ്. പച്ചക്കള്ളങ്ങളാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ, കേരളത്തിലെ ഒരു കൃഷിക്കാരനും ബാധകമല്ലാത്ത ഒരു വിഷയത്തിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ദില്ലിയിൽ നടക്കുന്ന കർഷക സമരത്തിന്റെ പേരിൽ കേരള നിയമസഭ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുന്നത് പരിഹാസ്യമായ നടപടിയാണ്. ജനാധിപത്യത്തെ അപഹസിക്കുന്ന നടപടിയാണ്. നമ്മുടെ പവിത്രമായ നിയമസഭയെ വെറും സങ്കുചിത സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി തുടർച്ചയായി കേരളം ഉപയോഗപ്പെടുത്തുന്നു. നിയമസഭയെ ദുരുപയോഗം ചെയ്യുക. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലും കൃത്യമായ നിലപാടില്ലാത്ത സർക്കാരും പ്രതിപക്ഷവും തികച്ചും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ആവർത്തിച്ച് നിയമസഭയെ ദുരുപയോഗപ്പെടുത്തുക. ഇന്ന് യഥാർത്ഥത്തിൽ പ്രമേയം പാസാക്കേണ്ടിയിരുന്നത് രാജ്യം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന APMC സമ്പ്രദായം കേരളത്തിലും കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കർഷക നിയമത്തിന്റെ കാതൽ എന്താണ്? കർഷകരുടെ പുതിയ നിയമത്തിന്റെ കാതൽ എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ആർക്കും വിൽക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സമ്പ്രദായമാണ്. കേരളത്തിൽ ഓപ്പൺ മാർക്കറ്റ് ഒഴിവാക്കി APMCകളുടെ നിയന്ത്രണം, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ APMCകളും അധികം തീരുമാനിച്ച പോലെ. എന്താ ചന്തകൾ കൊണ്ടുവരാത്തത്? എന്താ ഇടനിലക്കാർക്ക് അവസരം കൊടുക്കാത്തത്? കേരളത്തിൽ ഇടനിലക്കാരില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യം കേന്ദ്രം ഒഴിവാക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നിയമസഭയെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പരിഹാസ്യമായിട്ടുള്ള നടപടിയാണ്. ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ആവർത്തിച്ച് മണ്ണൻ വരാക്കുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും അണുവിമുക്തമാക്കി. PTA-യുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 10-12 ക്ലാസുകൾക്കായി 2021 ജനുവരി 1 സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യം മുൻനിർത്തി മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും അണുനശീകരണം നടത്തി. PTA-യുടെ നേതൃത്വത്തിൽ JCI ഗോൾഡൻ, തൊടുപുഴ ഒറിക്സ് സപ്പോർട്ട് സർവീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അണുനശീകരണം നടത്തിയത്.
PTA പ്രസിഡന്റ് ഷിബു സി നായർ, പ്രിൻസിപ്പൽ ഇൻചാർജ് സിന്ധുമോൾ MP, ഹെഡ്മിസ്ട്രസ് വീണ വേണുഗോപാൽ, PTA വൈസ് പ്രസിഡന്റ് S. അനൂപ്, JC അംഗങ്ങൾ, ജീവനക്കാർ ദിലീപ് കുമാർ, K. ഗീത, സരിത രവീന്ദ്രൻ, K. ജയരാജ്, ശ്രീകുമാർ K എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 1 മുതൽ 10-12 ക്ലാസ്സുകളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സ്ഥാപനം അണുനശീകരണം നടത്തേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ വന്നത് JCI തൊടുപുഴ ഗോൾഡൻ, അതുപോലെ തന്നെ ഓറിക് സപ്പോർട്ട് സർവീസസ് എന്നിവരാണ്. ഭംഗിയായ രീതിയിൽ ഇവിടെ അണുനശീകരണം ചെയ്തു തന്ന ഈ 2 സ്ഥാപനത്തിലെയും ഭാരവാഹികൾക്കും ജീവനക്കാർക്കും മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ KS വിനോദ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ഗീതാ തുളസീധരനും ചുമതലയേറ്റു. റിട്ടേണിംഗ് ഓഫീസർ DO രാജു പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബുധനാഴ്ച LDF അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ തുളസീധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ മുസ്ലിം ലീഗിന് ലഭിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റ് പദവികളിൽ ഒന്ന് ഇടവെട്ടി പഞ്ചായത്തിന്. വനിതാ ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റും ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഷീജ നൌഷാദ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇടുക്കി ജില്ലയിൽ മുസ്ലിം ലീഗിന് ലഭിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റ് പദവികളിൽ ഒന്ന് ഇടവെട്ടി പഞ്ചായത്തിന്. വനിതാ ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റും ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഷീജ നൌഷാദ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജനറൽ വാർഡായിരുന്ന 11-ാം വാർഡിൽ നിന്നാണ് ഷീജ നൌഷാദ് വീണ്ടും വിജയിച്ചത്. ഇതോടെ തുടർച്ചയായ 3-ാം തവണയും UDF ഇടവെട്ടി പഞ്ചായത്തിൽ അധികാരം നിലനിർത്തി. ഇടുക്കി ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിൽ ഒന്നായ ഇടവെട്ടിയിൽ UDF ഭരണസമിതികൾ നടത്തിയ വികസന ക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് തുടർഭരണവും കടുത്ത പോരാട്ടങ്ങളെ നേരിട്ട ഓരോ ടേമിലെയും സീറ്റുകളുടെ എണ്ണത്തിലെ വർധനവും. 13-അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ 9 പേരുടെ പിന്തുണയോടെയാണ് ഷീജ നൌഷാദ് പ്രസിഡന്റായത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് അംഗം ലത്തീഫ് മുഹമ്മദ് ഷീജ നൌഷാദിന്റെ പേര് നിർദ്ദേശിച്ചു. LDFിന് 3 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി AK സുഭാഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധി ബേബി കാവാലം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുഭാഷ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചു. മുൻ UDF ഭരണസമിതികൾ തുടർന്നു വന്ന വികസന ക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീജ നൌഷാദ് പറഞ്ഞു. തൊടുപുഴ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി PS സോണിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജലജ ശശി, ഡയറക്ടർമാരായ CP കൃഷ്ണൻ, TG ബിജു, ശ്രീകല മുകേഷ്, KS സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതു
സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ പ്രിയരായ പ്രസിഡന്റ് സുരേഷ് ബാബു സൂചിപ്പിച്ചു. കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ തീർച്ചയായും നാട്ടിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിടപെടാൻ സഹകരണ സംഘങ്ങൾക്ക് മറ്റേത് പ്രസ്ഥാനത്തേക്കാൾ ഒരുപക്ഷെ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതലായി കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കും. ഈ പലപ്പോഴും പല മേഖലകളിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിമാർ, ആ സ്ഥാനാർത്ഥിമാർ കൂടുതലായി സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു. അത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, സഹകരണ സംഘങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ തലങ്ങളിലും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ മധ്യവർത്തിയെന്നോ എന്നുള്ള ആ ഒരു വ്യത്യസ്തത പുലർത്താതെ എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. താൻ UDF വിമതനല്ലെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. കോൺഗ്രസിലെ ഭാരവാഹിത്വവും അംഗത്വവും രാജിവെച്ച ശേഷമാണ് മത്സരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. BBC ന്യൂസിൻ്റെ വർത്തമാനം പ്രോഗ്രാമിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഞാൻ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റായിരുന്നു. ബൂത്ത് പ്രസിഡൻ്റായ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് മത്സരിച്ചത്. ഞാൻ UDFൻ്റെ സ്വതന്ത്രനല്ലായിരുന്നു, കോൺഗ്രസിൻ്റെ സ്വതന്ത്രനല്ലായിരുന്നു, യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വതന്ത്രം, ജനകീയ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ്. അല്ലാതെ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടുകൂടി മത്സരിച്ചൊരു വ്യക്തിയല്ലേ. അതിൻ്റെ ഫ്ലെക്സുകളോ വാൾ പോസ്റ്റുകളോ അഭ്യർത്ഥനയോ എന്തെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാവും. ഞാൻ ചില പത്രങ്ങളിലൊക്കെ കണ്ടു, കോൺഗ്രസ് വിമതൻ LDFൻ്റെ കൂടെ കൂടി ഭരണം അട്ടിമറിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വിമതൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. കോൺഗ്രസ് പാർട്ടി ഇവിടെ ഒരു പിന്തുണയോടെ അല്ല ഞാനവിടെ മത്സരിച്ചത്. ഇനി എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അവർക്ക് എന്നെ നിർത്തി, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ശിബിലി സാഹിബിന് സീറ്റ് കിട്ടാത്തതിൻ്റെ പ്രതിഷേധമാണെങ്കിൽ പിന്നെ ശിബിലി സാഹിബിന് മത്സരിച്ചാൽ പോലെ. അതല്ലല്ലോ, അവിടുത്തെ പ്രവർത്തകർ ഒഴുകി പോകാതിരിക്കുക, അവിടുത്തെ ആളുകളുടെ വികാരം മാനിച്ചുകൊണ്ട് ആ ഒരു മേഖലയിലുള്ള കെട്ടുറപ്പ് പിടിച്ചു നിർത്തുവാൻ വേണ്ടി അതിനുള്ള ശ്രമം നടത്തി. അത്രയേ ഉള്ളൂ. തൊടുപുഴ കാഡ്സിൻ്റെ പ്രഭാത സവാരി ഹരിതപാത ജനുവരി 1 ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് കാഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അറിയിച്ചു. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിലുള്ള കാഡ്സ് വില്ലേജ് സ്ക്വയറിലാണ് പ്രഭാത നടത്തത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 1 ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസാണ് ഹരിതപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രാവിലെ 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് തൊടുപുഴയിലെ മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ 5 മണി മുതൽ ആളുകൾക്ക് സുരക്ഷിതമായി ഈ പാതയിലൂടെ നടക്കുവാനുള്ള സൗകര്യമൊരുക്കുകയാണ്. ഏകദേശം 400 മീറ്ററാണ് ഒരു റൗണ്ട് ഈ പാതയുടെ നീളം. അങ്ങനെ 10 റൗണ്ട് നടന്നു കഴിയുമ്പോൾ 4 കിലോമീറ്റർ നടക്കുവാൻ ആളുകൾക്ക് കഴിയുന്നു. അവിടെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ഈ പാതയിൽ പൊടിപടലങ്ങളോ വാഹനങ്ങളുടെ തടസ്സവും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇരുവശങ്ങളിലും മനോഹരമായ ചെടികളും പൂക്കളും കൊണ്ട് അലങ്കൃതവുമാണ്. അതുകൂടാതെ ഈ ഹരിതപാതയിലൂടെ നടക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ക്ഷീണം തോന്നുമ്പോൾ ഇരിക്കുന്നതിന് ഞാറ്റുവേല തറയും അതുപോലെ തന്നെ കുടിക്കുന്നതിന് ഹെൽത്ത് ഡ്രിങ്ക്സും ഒരുക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാത്ത് സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് കേരളത്തിൽ തന്നെ നാടാടെയാണ് ഇത്തരത്തിലൊരു ഹരിതപാത ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. രാവിലെ 5 മണി മുതൽ 7 മണി വരെയാണ് ഇതിനുള്ള സമയം. നടപ്പ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, പാൽ, മുട്ട, ഇറച്ചി, മീൻ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങുന്നുള്ള കൗണ്ടറുകളും അതോടൊപ്പം തന്നെ തുറക്കും. ഇടുക്കി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയതെന്ന് ആരോപണം. വിവിധ ആവശ്യങ്ങൾക്കായി പാർട്ടിയുടെ പേരിൽ പിരിച്ച കോടികൾ എവിടെയെന്ന് DCC വ്യക്തമാക്കിയിട്ടില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ദിരം ശശികുമാർ ആരോപിച്ചു.
സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചതിനെ തുടർന്ന് വീക്ഷണം ഫണ്ട് എന്ന പേരിൽ ലക്ഷങ്ങളാണ് പിരിച്ചത്. വീക്ഷണത്തിനായി നൽകേണ്ടത് പിരിച്ച തുകയുടെ പകുതിയോളം മാത്രമാണ്. വിവിധ യാത്രകൾ, മറ്റ് ആവശ്യങ്ങൾക്കായി പ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയ കോടികൾ എവിടെയെന്ന് വ്യക്തമല്ലെന്നും ശ്രീമന്ദിരം ശശികുമാർ ആരോപിച്ചു. പട്ടികജാതി പട്ടികവർഗ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരോട് അവർ നോമിനേഷൻ കൊടുക്കുമ്പോൾ പകുതി പൈസ അടച്ചാൽ മതി എന്ന സർക്കാർ തീരുമാനം നിലവിലുള്ളപ്പോൾ പോലും ആ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പോലും ഇബ്രാഹിംകുട്ടി തയ്യാറായില്ല. അങ്ങനെ ആ ഒരു പിരിവിന്റെ പേരിൽ 18 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് ഏകദേശം 18 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഒരു വർഷമായി ഓരോ മണ്ഡലത്തിൽ നിന്നും 100 പ്രധാനപ്പെട്ട അംഗങ്ങൾ മാസം 100 രൂപ എന്ന തരത്തിൽ ജില്ലയിൽ നിന്ന് മൊത്തം ഏതാണ്ട് 62 ലക്ഷം രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ശമ്പളം കൊടുക്കാൻ എന്ന പേരിൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പണം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് സാമ്പത്തിക സഹായം നൽകുവാൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ തയ്യാറായില്ല. ഈ വിഷയത്തിൽ KPCCക്കും AICCക്കും പരാതി നൽകിയെന്നും ശ്രീമന്ദിരം ശശികുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ രാജി ചന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു. തർക്കത്തെ തുടർന്ന് ബുധനാഴ്ച UDF അംഗങ്ങൾ പങ്കെടുക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ആകെയുള്ള 13 സീറ്റിൽ 7 വോട്ടുകൾ നേടിയാണ് രാജീവ് ചന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ ഒരു വർഷം രാജീവ് ചന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കും. തുടർന്നുള്ള 2.5 വർഷക്കാലം വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കരിമ്പൻ ഡിവിഷനിൽ നിന്നുള്ള ആൻസി തോമസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കും. അവസാന 1.5 വർഷക്കാലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതിനുമാണ് UDFൽ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. മുതൽ അങ്ങോട്ട് ഈ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തിക്കാവോ ആ രീതിയിൽ എല്ലാവരുടെയും ഒത്തൊരുമയോടെ, കൂട്ടായ്മയോടെ, സഹകരണത്തോടെ മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കരിമണ്ണൂർ ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുവാൻ തുടങ്ങിയിട്ട് 1.5 മാസത്തോളമായി. അധികൃതരെ പല പ്രാവശ്യം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികളും ജനപ്രതിനിധികളും പറഞ്ഞു. ഒരു നാളുകളായിട്ട് ഇപ്പോഴും ഈ സാധനം ഇതെന്ത് പറ്റിയെന്ന് പോലും നോക്കാൻ ആരും തയ്യാറാകുന്നില്ല. കരിമണ്ണൂർ അർബൻ ബാങ്കിൻ്റെ തൊട്ട് മുമ്പിൽ പൈപ്പ് പൊട്ടി കിടക്കാൻ തുടങ്ങിയിട്ടൊന്ന് 1 മാസമായി. ഇതുവരെ അത് നന്നാക്കുക. ഈ വെള്ളം പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് ടാങ്കിലേക്ക് വെള്ളം കയറുന്നുമില്ല. അതുപോലെ തന്നെ നെയ്ശ്ശേരി കവല സിറ്റിയിൽ വെള്ളം അടിക്കുമ്പോൾ അവിടെയും പൊട്ടിക്കിടക്കുക. അതുപോലെ ഈ ചേറാടിയിൽ ആ കൊക്കരനണ്ണിൽ കയറുന്ന വാതക്കയിൽ അവിടെയും പൊട്ടിക്കിടക്കുക. ഇതുവരെ നന്നാക്കിയിട്ടില്ല. വെള്ളം ആർക്കും ഉപയോഗത്തിന് പെടുന്നില്ലാത്ത രീതിയിലാണ് ഈ സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 1.5 മാസം ഇങ്ങനെ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് അത് ഒരു പ്രാവശ്യം വന്ന് കുഴിച്ചു നോക്കി. ആ കുഴിച്ചിട്ട് പിന്നെ അവർ പൊട്ട് കണ്ടില്ല എന്നും പറഞ്ഞ് വീണ്ടും മൂടിയിട്ട് അവർ പോയി. വെള്ളമില്ലാത്ത സമയത്താണ് കുഴിച്ചത്. ഈ മുകളിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത്. ആ ഭാഗത്തുനിന്നും വെള്ളമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റിതിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണങ്ങളും ഉണ്ടാകുന്നു. ജനങ്ങൾ കുടിവെള്ളത്തിനായി നട്ടോട്ടോടുമ്പോൾ ഈ ടൗണിൽ ഇങ്ങനെ ഇത്രയും വെള്ളം പോകണ കാണുമ്പോൾ തന്നെ ജനങ്ങൾ വന്ന് ഓരോരുത്തരും വന്ന് പരാതി പറയുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ലേ, ഇത് എങ്ങനെയെങ്കിലും അടച്ച് വെള്ളത്തിന് പരിഹരിക്കാൻ പാടില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി ചെല്ലുമ്പോൾ പറയും PWD ചെല്ലാൻ പറയും. PWD ചെല്ലുമ്പോൾ പറയും വാട്ടർ അതോറിറ്റി എടുത്ത് ചെന്ന് ഇത് ശരിയാക്കാൻ പറയും. ഇത് ഒരിടത്തും നടക്കുന്നില്ല. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടെത്തണം. 1.5 മാസത്തോളമായിട്ട് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിൻ്റെ അധികാരികളെ പല പ്രാവശ്യം ഫോൺ മുഖേന അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ AE, AXE, EE എന്നിവരെല്ലാം ദിവസം തോറും ബന്ധപ്പെടാറുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള നീക്കങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. വേണ്ട സമയത്ത് ചെയ്യണമെന്നും അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നും ഈ അവസരത്തിൽ ടൗൺ വാർഡ് മെമ്പറായ ഞാൻ ആവശ്യപ്പെടുന്നു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കിയ കോഓപ്പറേറ്റീവ് ഗൈഡ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പ്രകാശനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TK നിസാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിത്സി ജോർജ്, ജില്ലാ സെക്രട്ടറി UM ഷാജി, കമ്മിറ്റി അംഗങ്ങളായ റോയി വർഗീസ്, KB റഫീഖ്, ഷെനിൽ എൽദോസ്, മായ എന്നിവർ പ്രസംഗിച്ചു.
ഇടുക്കി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം മോനിച്ചിനെ തെരഞ്ഞെടുത്തു. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ CR മിനി വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി കുടയത്തൂർ മുൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഐസക് കല്ലുപുറത്തിനെയും തെരഞ്ഞെടുത്തു. വാഴത്തോപ്പ്, വെള്ളിയാമറ്റം, കുടയത്തൂർ, മുട്ടം പഞ്ചായത്തുകൾ ബാങ്കിന്റെ പ്രവർത്തന മേഖലയാണ്. വിവാഹ വാർത്ത. കരിമണ്ണൂർ വെള്ളാപ്പള്ളിൽ ജോസ് അഗസ്റ്റിൻ വത്സമ്മ ദമ്പതികളുടെ മകൾ റോസ്മിയും ചങ്ങനാശ്ശേരി നെടുമ്പറമ്പിൽ വർഗീസ് മോളി ദമ്പതികളുടെ മകൻ അഖിലും ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വിവാഹിതരായി. രണ്ടാം ക്ലാസ്സുകാരൻ നട്ട ഞാവൽ മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. മെമ്പറും നവവധൂവരന്മാരും പകരം തൈ നട്ടു. അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളി വാർഡിൽ ചേറാടിയിലാണ് സംഭവം. അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളി വാർഡിൽ ചേറാടി ഭാഗത്ത് കൊച്ചുപുരയ്ക്കൽ CS അഭിനവ് നട്ട ഞാവൽ മരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്റെ മറവിൽ ഏതാനും സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. മൂലമറ്റം IHEP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ്. സ്കൂളിൽ നിന്ന് ലഭിച്ച തൈകളാണ് നട്ടു പരിപാലിച്ചു വന്നിരുന്നത്. അഭിനവിന്റെ മുത്തശ്ശൻ മോഹനൻ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. പ്രതികളെക്കുറിച്ച് അറിവ് ലഭിച്ചെങ്കിലും കേസ് കൊടുക്കാതെ പ്രതികൾക്ക് മെമ്പറും ഊരുമൂപ്പനും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. മദ്യലഹരിയിൽ സംഭവിച്ചതാണ്, ഇനി ആവർത്തിക്കില്ല എന്ന പ്രതികളുടെ ക്ഷമാപണത്തിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ സംഭവിച്ചതാണ്, ഇനി ആവർത്തിക്കില്ല എന്ന പ്രതികളുടെ ക്ഷമാപണത്തിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. 2ാം ക്ലാസ്സുകാരന്റെ സ്വപ്നമായിരുന്ന ഞാവൽ മരങ്ങൾക്ക് പകരം ഈയിടെ ഏറെ ചർച്ചയായ മൂട്ടിപ്പഴത്തിന്റെ 2 തൈകൾ നട്ടുകൊണ്ടായിരുന്നു കുഞ്ഞു മനസ്സിന് ആശ്വാസമേകിയത്. ഒരു തൈ വാർഡ് മെമ്പർ PA വേലുക്കുട്ടനും ഒരു തൈ അന്നേ ദിവസം വിവാഹിതരായ ചേറാടി വാഴലാനിക്കൽ സജോ മാത്യു സജ്ജന ദമ്പതികളുമാണ് നട്ടത്. വ്യത്യസ്തമായ ഈ ചടങ്ങിന് ഊരുമൂപ്പൻ അബിൻ ചേറാടി നേതൃത്വം നൽകി. നിരവധി നാട്ടുകാർ തൈ നടീലിന് സാക്ഷ്യം വഹിച്ചു. പുത്തൻകുളം കുടുംബ കൂട്ടായ്മയുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സ്നേഹസംഗമം സൂം മീറ്റിൽ നടത്തി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പുത്തൻകുളം കുടുംബ കൂട്ടായ്മയുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സ്നേഹസംഗമം സൂം മീറ്റ് വഴി നടത്തപ്പെട്ടു. 40 ദിവസങ്ങൾ നീണ്ടുനിന്ന ക്രിസ്മസ് ഒരുക്ക പരിപാടികളിൽ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളും യുവാക്കളും കലാപരിപാടികൾ വീഡിയോയിൽ പകർത്തി ദിവസേന സംപ്രേഷണം ചെയ്തു പോന്നു. ഇതിന് പുത്തൻ ക്രിസ്മസ് എന്ന പേര് സ്വീകരിച്ചു. ഡിസംബർ 1-ാം തീയതി മുതൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ കുടുംബാംഗങ്ങൾ തന്നെ വിചിന്തനത്തിനായി തയ്യാറാക്കി. ഇതിന്റെ ശബ്ദ സംപ്രേഷണം ഓരോ ദിവസവും വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നൽകപ്പെട്ടു. ഓരോ കുടുംബത്തിനും ക്രിസ്മസ് ഫാമിലി എന്ന ആശയത്തിന് രൂപം നൽകി. ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ പരിചയപ്പെടുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. വായ്മൊഴിയായി കൈമാറിപ്പോന്ന കുടുംബഗാനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഫാദർ ആന്റണി പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉണ്ണിയേശുവിന്റെ സമാധാനവും അനുഗ്രഹവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ ക്രിസ്മസിന് വലിയൊരു പ്രത്യേകത, ചരിത്രത്തിലാദ്യമായി നമ്മൾ ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഒരുമിച്ച് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. തുടർന്ന് പ്രാർത്ഥനയുടെ നിറവിൽ ഒരേ സമയം വെർച്വൽ കേക്ക് കട്ടിംഗ് നടത്തപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ തത്സമയം ഇതിന്റെ ഭാഗമായി. ഇന്നത്തെ പ്രത്യേക സാമൂഹ്യ ചുറ്റുപാടിൽ ഇതൊരു നവ്യ അനുഭവമായി. മുതിർന്ന കുടുംബാംഗം PJ ലൂക്കോസ് ആശംസാ പ്രസംഗം നടത്തി അനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ കുടുംബ ബ്രാഞ്ചുകൾ തയ്യാറാക്കിയ മെഗാ പ്രോഗ്രാമുകൾ ക്രിസ്മസ് ആഘോഷത്തിന് മേളക്കൊഴുപ്പേകി. സമ്മേളനത്തിന് കോർഡിനേറ്റർ മരിയ രഞ്ജിത്ത് നന്ദി പറഞ്ഞു. 50ഓളം കുടുംബങ്ങൾ ഓൺലൈനിൽ പരിപാടികൾ വീക്ഷിച്ചു. പുത്തൻകുളം കുടുംബത്തിന്റെ സഹോദര കുടുംബങ്ങളായ വളവനാനി, വളയനാനി, തളിക്കണ്ടത്തിൽ, കരികുളത്തേൽ കുടുംബാംഗങ്ങളും പരിപാടിയുടെ ഭാഗമായിരുന്നു. കുടുംബത്തിലെ വൈദികരും സന്യസ്തരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയിലെ ഒരംഗവും 2 ഘടകകക്ഷികളും രാജിവെച്ച് സമരത്തോടൊപ്പം ചേർന്നിട്ടും കർഷകദ്രോഹ കരിനിയമങ്ങൾ പിൻവലിക്കില്ലെന്ന മോദി സർക്കാർ നിലപാട് മാറ്റണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. തൊടുപുഴയിലെ കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ കേന്ദ്രത്തിലെ 22ാം ദിന സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അകാലിദളും RLDയും 2 കക്ഷികൾ ആ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചും കൊണ്ട് ഒരാളാവട്ടെ കേന്ദ്ര മന്ത്രിസ്ഥാനം പോലും രാജിവെച്ച്
നോക്കൂ, ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ നിലനിൽപ്പ് പ്രശ്നത്തിൻ്റെ പേരിലായാലും മടിക്കുന്ന ഈ പൊതുസമൂഹത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണവിധേയക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും അത്യുന്നത പദവിയായ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോരുന്നതും നാം ലോകര് കാണുകയുണ്ടായി. അപ്പോഴോ അതിൻ്റെ അർത്ഥം ഈ കാര്യത്തിൽ, ഈ സമരത്തിൽ, ഡൽഹിയിലെ സമരത്തിൽ, കർഷക ലക്ഷങ്ങൾ അണിനിരക്കുന്ന സമരത്തിൽ പിറകോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചും കൊണ്ട് മുൻപോട്ട് കുതിക്കുന്ന ഈ സമരത്തിൽ മറ്റ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമില്ല എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള രണ്ട് കക്ഷികൾ പോലും ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഞങ്ങളിനി നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഘടകകക്ഷികളുടെ സ്ഥാനങ്ങളും മാനങ്ങളും രാജിവെച്ച് ഈ ലക്ഷോപലക്ഷം വരുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പഠിപ്പിക്കുന്ന കാഴ്ച നാം കാണുന്നത്. അപ്പോഴും മുഖ്യ ഭരണകക്ഷിയായ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നിലപാട് മാത്രമാണ് മാറാത്തത് എന്നും കാണാൻ കഴിയും. ഓൾ ഇന്ത്യ കിസാൻ മസ്ദൂർ സംഘ് താലൂക്ക് കൺവീനർ PJ മൈക്കിൾ അധ്യക്ഷനായി. KM സാബു, അഡ്വക്കേറ്റ് പാർത്ഥസാരഥി, ജനറൽ കൺവീനർ N വിനോദ് കുമാർ, കൺവീനർമാരായ ജെയിംസ് കോലാനി, ബാബു മഞ്ഞള്ളൂർ, TP കുഞ്ഞച്ചൻ, ബ്ലൈസ് G വാഴയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തകർന്ന റോഡുകൾ മൂലം ഏറെ ദുരിതമനുഭവിച്ചിരുന്ന പതിപ്പള്ളി തെക്കുംഭാഗം റോഡ് തൊഴിലുറപ്പിൽപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ PA വേലിക്കുട്ടൻ നിർവഹിച്ചു. തൊഴിലുറപ്പ് ഓവർസിയർ KS ജയകൃഷ്ണൻ, തൊഴിലുറപ്പ് മേറ്റുമാരായ ശ്രീജ, സുമ എന്നിവർ സംസാരിച്ചു. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനം കയറ്റിയതിനെ ചൊല്ലി സംഘർഷം. ഇരുവിഭാഗത്തിലും പെട്ട ഏതാനും ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. KSRTC സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനം കയറ്റിയതിനെ ചൊല്ലി സംഘർഷം. വാഹനത്തിലെത്തിയവരും 2 KSRTC ജീവനക്കാരും ആശുപത്രിയിൽ. സംഘർഷം അറിഞ്ഞെത്തിയ പോലീസുകാരോട് KSRTC ജീവനക്കാർ തട്ടിക്കയറിയതായി ആരോപണം. ചൊവ്വാഴ്ച വൈകിട്ട് 6 KSRTC സ്റ്റാൻഡിന് മുമ്പിലാണ് സംഭവം നടന്നത്. കരിങ്കുന്നം സ്വദേശികളായ 2 പേർ KSRTC സ്റ്റാൻഡിലേക്ക് മിനി വാൻ റിവേഴ്സ് എടുത്ത് കയറ്റുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി. കൂടുതൽ KSRTC ജീവനക്കാർ അവിടേക്ക് എത്തി. തുടർന്ന് തർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ് തൊടുപുഴ സബ് ഇൻസ്പെക്ടർ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് KSRTC ജീവനക്കാരും പോലീസും തമ്മിൽ തർക്കമുണ്ടായത്. അങ്ങനത്തെ കൂടുതൽ എന്നെ പണിയൊന്നും പഠിപ്പിക്കാൻ എന്നെ പണി പഠിപ്പിക്കാൻ അതെ, അത് ആദ്യമേ നോക്കണം. പണി എന്താന്ന് വൃത്തിയായിട്ട് ബോധ്യമുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ പറയല്ലേ. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചത് ജീവനക്കാർ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ധനുമാസത്തിലെ തിരുവാതിര നാൾ ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിൽ നടക്കേണ്ട തിരുവാതിര ചടങ്ങുകൾ കോവിഡ് ഭീതി മൂലം വീടുകളിലാണ് അരങ്ങേറിയത്. മലയാള മാസം ധനുവിൽ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. കേവലം മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കലാരൂപമല്ല തിരുവാതിര. അതിനു പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളും ആചാരങ്ങളും സവിശേഷതകളുമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിലാണ് ആഘോഷിക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനും കന്യകകളായ പെൺകുട്ടികൾ നല്ല വരനെ ലഭിക്കുന്നതിനും വേണ്ടി 3 ദിവസം നോമ്പെടുത്ത് ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതശുദ്ധിയോടെ ചെയ്യുന്ന ചടങ്ങാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവപ്രീതിക്ക് വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കീരിത്തോട് കിഴക്കൽ രാജുവിന്റെയും ലീനയുടെയും വീട്ടിൽ സമീപവാസികൾ ഒത്തുകൂടിയാണ് വ്യത്യസ്തമായ രീതിയിൽ തിരുവാതിര ആഘോഷിച്ചത്. ശിവന്റെ പിറന്നാൾ കൂടിയാണ് ഈ നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന തിരുവാതിര. ഇപ്പം നമ്മൾ 20 വർഷമായി ഇപ്പം മുടങ്ങാതെ തിരുവാതിര വ്രതം ആചരിച്ചു വരുന്നു.
മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ 5 വർഷമായി തുടർന്നു വന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഇത്. കൊറോണയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ ഒതുക്കി ഒരു ചടങ്ങായി മാത്രം ഇത് ഇപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ആചാരം തുടർന്നുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരും തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട പല കാര്യങ്ങളും ഇതുപോലെ ഈ കൊറോണ സമയത്ത് നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുന്നുണ്ട്. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് നമ്മൾ ഇനി വീടുകളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ വർഷം തിരുവാതിര ആചരിച്ചിരിക്കുന്നത്. തിരുവാതിരയ്ക്ക് ശേഷം എട്ടങ്ങാടി പുഴുക്കും ഭഗവാന് നിവേദിച്ചു. നിരവധി പ്രദേശവാസികളും ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തിയിരുന്നു. ക്രിസ്തുമസ് ഗാനങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് താരങ്ങളുടെ താരാട്ട് എന്ന ആൽബത്തിലെ രാരീരം രാരീരം എന്ന മനോഹര ഗാനം. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ലിറ്റിൽ ഫ്ലവർ ക്രിയേഷൻസിന്റെയും വിയന്ന ഓഡിയോ ലാബിന്റെയും ബാനറിൽ ജോവാക്യം ഫെർണാണ്ടസ് നിർമ്മിച്ച ഈ ആൽബത്തിൽ കുവൈറ്റിൽ നിന്നുള്ള ജോജി പകലോമറ്റ മാസ്റ്ററാണ് ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗായികയും തൊടുപുഴയുടെ അഭിമാനവുമായ ഹന്ന റെജിയുടെ മധുരിത ശബ്ദത്തിൽ ഈ ഗാനം സൂപ്പർ ഹിറ്റായിരിക്കുകയാണ്. ഈ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ അനൂപ് വാഴക്കുളമാണ് നിർവഹിച്ചിരിക്കുന്നത്. മറ്റ് ക്രിസ്മസ് ഗാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഉണ്ണീശോയ്ക്ക് ഒരു താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലാപനം കൊണ്ടും അവതരണം കൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കഴിഞ്ഞു. ജന്മഭൂമി ഇടുക്കി ജില്ലാ ലേഖകൻ NV വൈശാഖിന് ഇടുക്കി പ്രസ് ക്ലബ് യാത്രയയപ്പ് നൽകി. 1.5 വർഷമായി വൈശാഖ് ജന്മഭൂമി ഇടുക്കി ബ്യൂറോയിലായിരുന്നു സേവനമനുഷ്ഠിച്ചിരുന്നത്. എറണാകുളം ബ്യൂറോയിലേക്കാണ് മാറുന്നത്. വൈശാഖിന് സഹ മാധ്യമപ്രവർത്തകരും ഇടുക്കി പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് MN സുരേഷും സെക്രട്ടറി വിനോദും ആശംസകൾ അർപ്പിച്ചു. ഇടുക്കി പ്രസ് ക്ലബ് വൈശാഖിന് ഉപഹാരവും കൈമാറി. കൊച്ചിയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ നമ്മുടെ തൊട്ട അയൽവാസി തന്നെയാണ്, ഒത്തിരി അകലമില്ല, പുല്ലുവഴിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഇനിയും കൊച്ചി ബ്യൂറോയിലാകുമ്പോൾ നമ്മളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് വിചാരിക്കുന്നതുകൊണ്ട് വൈശാഖിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൊച്ചി ബ്യൂറോയിൽ കൂടുതൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇടുക്കിയിൽ വാർത്തയില്ല എന്ന് നമ്മൾ മുമ്പിൽ പരിതപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വാർത്തയുടെ ഒരു കുത്തൊഴുക്കാണ് എല്ലാ കാലത്തും ഇടുക്കിയിലുള്ളത്. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഒരു പരീക്ഷാശാലയ്ക്ക് അപ്പുറം നല്ല ഒരു ജേർണലിസ്റ്റായി തിളങ്ങാൻ അവസരം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ വന്ന വളരെയേറെ മാധ്യമപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വൈശാഖിനുമായി. ആ രീതിയിൽ
ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറി പോകുമ്പോൾ വൈശാഖിന് വൈകാരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും മറ്റൊരു തലത്തിലേക്കാണ്, വേറൊരു തലത്തിലേക്കാണ് എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളത്. കാരണം കുറച്ചുകൂടി വലിയ ഒരു ക്യാൻവാസ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഞാനൊരു 7 വർഷത്തോളമായി ഈ പത്ര രംഗത്തേക്ക് എത്തിയിട്ട് പ്രധാനമായിട്ടും ചെന്നൈയിലും കൊച്ചിയിലുമായി ഓൺലൈൻ മാധ്യമരംഗത്താണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്നും ജന്മഭൂമിയുടെ ഓൺലൈൻ തിരുവനന്തപുരത്തേക്ക് മാറ്റുമെന്ന് അറിയിച്ച ഉടനെ തന്നെ എന്നെ തൊടുപുഴ ബ്യൂറോയിലേക്കാണ് അവർ പത്രപ്രവർത്തനം പഠിക്കാനായിട്ട് അയച്ചത്. സത്യം ഓൺലൈൻ ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം അവർ ആ ഒരു ചെറിയ റൂമിലിരുന്ന് വാർത്തകൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു, വാർത്തകൾ എഡിറ്റ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ശരിക്കും ഒരു പത്ര ജീവിതം, ഒരു പത്രപ്രവർത്തകന് എന്താണ് പത്രം എന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും ബ്യൂറോയിലും അതുപോലെ പ്രസ് ക്ലബിലൊക്കെ വരുമ്പോഴാണ്. ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഇവിടെ വന്നപ്പോൾ അനൂപ് പൂർണ്ണമായ ഒരു പിന്തുണയാണ് എനിക്ക് നൽകിയത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു, പഠിക്കാൻ സാധിച്ചു. അതിന് അനൂപിനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതിലുപരി ഒരു പത്രപ്രവർത്തകൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസ് ക്ലബ്ബ് ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് ഞാൻ ഈ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വന്ന പിന്നെയാണ്. എല്ലാ മെമ്പർമാരോടും കക്ഷി രാഷ്ട്രീയ വിരോധമില്ലാതെ പെരുമാറുമെന്ന് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി ജോൺസൺ BBC ന്യൂസിനോട് പറഞ്ഞു. നാടിൻ്റെ സമഗ്ര വികസനമാണ് തൻ്റെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എല്ലാ മെമ്പർമാരോടും കക്ഷി രാഷ്ട്രീയ വിരോധമില്ലാതെ പെരുമാറുമെന്ന് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി ജോൺസൺ BBC ന്യൂസിനോട് പറഞ്ഞു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിക്കുമെന്നും സ്ട്രീറ്റ് ലൈറ്റ് കൂടുതൽ പ്രദേശങ്ങളിൽ തെളിയിക്കുമെന്നും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്നും മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകുമെന്നും റെജി പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ പരമാവധി പേർക്ക് വീട് നൽകുന്നതിന് ശ്രമിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 14 മെമ്പർമാരും പ്രസിഡന്റാകാൻ യോഗ്യതയുള്ളവരാണ്. എല്ലാ മെമ്പർമാരോടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പെരുമാറും. എല്ലാ അംഗങ്ങളെയും വിശ്വാസത്തിലെടുക്കും. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കും. സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും തെളിയിക്കും. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും. മാലിന്യ സംസ്കരണം നടപ്പിലാക്കും. അനുമോദന യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കളായ N സദാനന്ദൻ, ജോർജ് അഗസ്റ്റിൻ, KK രാജൻ, KJ തോമസ്, ജോസ് കണ്ണംകുളം, ജെയിൻ അഗസ്റ്റിൻ, KP മധു, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് റിട്ടേണിംഗ് ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡീന എബ്രഹാം നേതൃത്വം നൽകി. പഞ്ചായത്ത് സെക്രട്ടറി ഷാജു മാത്യു സഹവരണാധികാരിയായിരുന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന കമ്മിറ്റിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പള്ളിക്കാമുറി വാർഡിന്റെ മെമ്പർ സാംസൺ അക്കക്കാട്ടിനെ തെരഞ്ഞെടുത്തു. കരിമണ്ണൂർ കുന്നപ്പള്ളിയിൽ ജോൺസൺ ജോസഫിന്റെ ഭാര്യയും ചീനിക്കുഴി അറക്കമ്യാലിൽ മാത്യുവിന്റെ മകളുമാണ് റെജി ജോൺസൺ. മക്കളായ മെറിൻ ജോൺസൺ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായി ചേർത്തല SH കോളേജിലും മെലീസ ജോൺസൺ വെള്ളിയാമറ്റം CKVHSൽ +2 വിദ്യാർത്ഥിനിയുമാണ്. ഇനി ഒരു ഗാനം. എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി അടുത്ത് ചെറുകടപ്പുറം നിവാസി സാജു കെന്നഡി പാടുന്നു. പങ്കിലമാകരുതേ രക്തപങ്കിലമാകരുതേ പമ്പസരസ്ഥടം ലോകമനോഹരം പങ്കിലമാകരുതേ രക്തപങ്കിലമാകരുതേ വിന്ധ്യഹിമാചല സഹ്യസാനുക്കളിൽ വിത്തുവിതയ്ക്കരുതേ വർഗീയ വിത്തുവിതയ്ക്കരുതേ കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നീ കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭയിൽ സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബില്ലിനെ O രാജഗോപാൽ എതിർക്കാത്തതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ KS വിനോദ് തെരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മാനദാനം നിർവഹിച്ചു.
താൻ UDF വിമതനല്ലെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്. ഇടുക്കി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയതെന്ന് KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ദിരം ശശികുമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Pulimutil Silks. It's time to change. റോയൽ ഇന്നും നിങ്ങളോടൊപ്പം എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം റോയൽ ഫാമിലി ഷോപ്പ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്തൊപ്റ്റിക്കൽസ് പുളിമൂട്ടിൽ പ്ലാസ പാലാ റോഡ് തൊടുപുഴ. K. Purushothaman and Sons Golden Jewelry, Jewel Junction, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ട്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000, മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. ഇത് പാക്ക് ചെയ്തോളൂ. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 100% ലീക്കിംഗ് പ്രൂഫ് ഉള്ളതും വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും ഉറച്ച മനസ്സോടെ ഉറപ്പിക്കാവുന്നതുമാണ് ക്വാളിറ്റി സെപ്റ്റി ടാങ്ക് ആൻഡ് കോൺക്രീറ്റ് പൈപ്പ്. ക്വാളിറ്റിയിൽ എന്നും മുന്നിൽ തന്നെ. ക്വാളിറ്റി സെപ്റ്റി ടാങ്ക്.